ഹലോ, വെൽക്കം ടു മൈ മിനി വ്ലോഗ്. ആദ്യത്തെ വീഡിയോയ്ക്ക് കിട്ടിയ സപ്പോർട്ടും ഉണ്ട്. വീണ്ടും വീഡിയോ ഇടാനായിട്ട് എനിക്ക് അപാരമായ ഒരു കോൺഫിഡൻസ് കിട്ടിയിരിക്കുകയാണ്. സോ എനിക്ക് കൊച്ചിലെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യം ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുഞ്ഞുനാൾ തൊട്ട് ഫുഡിനോടൊക്കെ അത്യാവശ്യം കൊതിയും ആഗ്രഹമൊക്കെ ഉള്ള ഒരാളാണ്. ഇപ്പോഴും ഉണ്ട്. എല്ലാ ഫുഡിനോടൊന്നുമില്ല, എന്നാലും ചില ഇഷ്ടങ്ങൾ ഉണ്ട്. ചിലതിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു പേരൊക്കെ ഇട്ടിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസമാണെങ്കിലും ഞങ്ങൾ ഇന്നലെ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടന് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എവിടുന്നോ ഒരു നല്ല മണം എൻ്റെ മനസ്സിലോട്ട് വന്നപ്പോഴത്തേക്കും പണ്ട് ഞങ്ങൾ കഴിച്ചിരുന്ന ഒരു ചിക്കൻ ചുക്ക എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് കഴിച്ചായിരുന്നേ, കാസർഗോഡ് വെച്ചിട്ട്. പെട്ടെന്ന് എനിക്ക് ആ ഫ്ലേവറും മസാലയൊക്കെ മനസ്സിലോട്ട് വന്നപ്പോഴത്തേക്ക് അത് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നോർത്ത്. അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊതിച്ചിട്ടുള്ളൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ആഞ്ഞിലിച്ചക്കയാണ്. നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടായിരുന്നൊരു സംഭവമല്ലേ, അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കൊതിക്കും എവിടെന്നെങ്കിലുമൊക്കെ ഇത് കിട്ടുമായിരുന്നെങ്കിലെന്ന്. അതുപോലത്തെ ഇവിടെ ഇപ്പോൾ ഒരു ആഞ്ഞിലി മരം ഉണ്ട് നനച്ചേട്ടൻ്റെ വീട്ടിൽ. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് മിക്കവാറും ഇതുപോലെ വീണ് പോകും. അത് നല്ല പൊക്കത്തിലാണ് ചക്കയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇത് താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ പഴുത്തിട്ടില്ലായിരുന്നു, പച്ചയായിരുന്നു. അപ്പോൾ നഞ്ചേട്ടൻ പറഞ്ഞ് എടുത്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് പഴുക്കും, വേണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്ത് വെച്ചതാണിത്. നമ്മുടെ ആലപ്പുഴയിലെ വീട്ടിൽ മാവൊക്കെ ഉണ്ട്, പക്ഷേ ആഞ്ഞിലിച്ചക്കയൊന്നുമില്ലേ. അപ്പം നമുക്കിത് കൊച്ചിലെ ഭയങ്കര കൊതിയാണ്. പിന്നെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത് കിട്ടുന്നത്. അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ ഉദ്ദേശമേ ഇത് തന്നെയാണ്. പോകുന്നതിൻ്റെ ഉദ്ദേശം അവിടെ പോകുമ്പോഴത്തേക്കും ആഞ്ഞിലിച്ചക്കയുണ്ട്, കാരക്കയുണ്ട്, കുളമുണ്ട്, കുളത്തിലിറങ്ങാം, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ആഞ്ഞിലിച്ചക്ക എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് നമ്മുടെ തന്നെ ഒരു റിലേറ്റീവ് ഷീനമാക്കയുടെ വീടുണ്ട്. ഷീനമാക്കയുടെ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, പക്ഷേ നമുക്ക് ഷീനമാക്ക സ്പെഷ്യലാണ്. കാരണം ഷീനമാക്ക ഇതേപോലെ കുറേ സംഭവങ്ങൾ എനിക്ക് തരും. അബോലപ്പൂവ്, കാരക്ക, പിന്നെ ഒരു കാട്ടുമുന്തിരി പോലത്തെ ഒരു കാട്ടുമുന്തിരിയാണോ എന്നറിയത്തില്ല, ഒരു മുന്തിരി പോലത്തെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. കാരക്ക ഉണ്ടായിരുന്നു, കുളം ഉണ്ടായിരുന്നു. അവിടെ ഇല്ലാത്തതായിട്ടൊന്നും ഇല്ലായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, മാങ്ങ, ചക്ക എല്ലാം. അപ്പോൾ എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവരുടെ വീടിന് ചുറ്റും വരാന്ത ഉണ്ടായിരുന്നു. അങ്ങനെ വീടിൻ്റെ പുറകിലത്തെ വരാന്തയിൽ പോയിരുന്നിട്ട് ഇതുപോലെ കുറേ ഐറ്റം, പാഷൻ ഫ്രൂട്ട്, അതൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതൊന്ന് പൊളിച്ച് നോക്കാം. ഞാനിത് പൊളിക്കാനായിട്ട് പോയപ്പോഴാണ് നഞ്ചേട്ടൻ വന്നത്. നഞ്ചേട്ടൻ പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരാം. നഞ്ചേട്ടൻ ഇങ്ങനെ പഴയ കുട്ടിക്കാല ഓർമ്മകളുടെ സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുക വരാനായിട്ട്. ആൾ ക്യാമറ എടുക്കാനായിട്ട് പോയിക്കുക, കാണുന്നില്ല. നല്ല മധുരമുള്ളതായാൽ മതിയായിരുന്നു. വീട്ടിലൊക്കെ ഇതുള്ളവർക്ക് ഇത് എന്താണ് സംഭവം, വെറുതെ വീണ് പോകുന്നൊരു സംഭവമായിട്ട് മാത്രം ഫീൽ ചെയ്യുന്നൊരു സംഭവമായിരിക്കും. പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു വെറൈറ്റി ഞാൻ കഴിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നതിൻ്റെ ഇത് ആഞ്ഞിലിച്ചക്ക തുറക്കുമ്പോഴേ റെഡ് കളറിലുള്ള ചുളയാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് നോർമലായിട്ടുള്ള നാടനായിട്ടുള്ള ടൈപ്പാണ്. അപ്പോൾ അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കുരു അങ്ങനെ ഉള്ളിൽ പോയാലോ, ചെറിയ കുരുവല്ല വിഴുങ്ങി പോകുമായിരിക്കും. ആണ് സംഭവം. കൊതിച്ച് അങ്ങനെ നമ്മളിത് പൊളിച്ചെടുക്കാൻ പോവാണ്. എടുത്തിട്ടുണ്ട് കുറച്ച് പോഷൻ. വാ, ഇത് ചീത്തയായിപ്പോയി അല്ലേ, കുറച്ച് ഭാഗം ചീത്തയായിപ്പോയി. മധുരം കുറവാണ്, എന്നാലും പക്ഷെ ഇഷ്ടപ്പെട്ടു. ഇപ്പം എന്നാന്ന് വെച്ചല്ലേ, കുറച്ച് മധുരവും പുളിയും കൂടുള്ള ടൈപ്പാണ്. പണ്ട് നമ്മൾ കഴിച്ച അത്രയും മധുരമുള്ള ചക്കയല്ലേ ഇത്, നമ്മൾ വെച്ച് പഴുപ്പിച്ചുകൊണ്ടായിരിക്കും. മറ്റേ നമ്മൾ ഡയറക്റ്റ് പറിച്ചെടുത്തിട്ട് കഴിക്കുന്നതായിരുന്നു. ചേട്ടൻ്റെ മുഖഭാഗം ആരുവാ
ആ ടൈപ്പ്. ഏകദേശം തീരാറായിട്ടുണ്ട്.